നമസ്കാരം. ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. 3 പേരുടെ ഒരുമയാണ്. നാറ്റോ, ഇസ്ലാമിക് നാറ്റോ. സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ, ഈ 3 പേരും ചേർന്ന് ഒരു ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണത്രേ. അതെ, ഈ 3 രാജ്യങ്ങളും ഒരു സഖ്യം രൂപീകരിക്കുന്നതിനുള്ള പരസ്പര സൈനിക കരാറുകളിൽ ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി അവർ ഒരു ഇസ്ലാമിക് നാറ്റോക്ക് തുല്യമായ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം ഉണ്ടാക്കുകയാണ് എന്നാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മുമ്പ് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഉണ്ടാകുന്ന ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും. നാറ്റോയിൽ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ആക്രമിച്ചാൽ അത് അവരുടെ എല്ലാവരും സഹായം വരും. ഒറ്റ രാജ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാനെ എങ്ങനെ പിന്തുണച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സൗദി അറേബ്യ ദിവസം തോറും പാകിസ്ഥാനോട് അടുത്ത് വരികയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറുണ്ടായത് വലിയ വാർത്തയായിരുന്നു. അതിലൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മറ്റൊന്നിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്ന് ഉള്ള ഒരു കരാറിലെ ഒരു വ്യവസ്ഥ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ 3 പേരും ചേർന്ന് ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, കുറച്ചുനാൾ മുമ്പ് ഇറാനെതിരായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു യോഗം കൂടുകയും അവിടെയും ചില ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അത് ഒരു ഘട്ടത്തിന് അപ്പുറത്തേക്ക് കടന്നില്ല. ഇപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ യോജിപ്പ് ഒരു പ്രധാന കാര്യമായി നിൽക്കുകയാണ്. അതിനിടയിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇപ്പോൾ മാലദ്വീപ്, ലങ്ക, ബംഗ്ലാദേശ് എന്നിവയുമായി സഹകരണം വർദ്ധിപ്പിച്ച് ഒരു സഖ്യസാധ്യത തേടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചില നയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് മുസ്ലിം നാറ്റോ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന, അത് അനുകൂലികളും എതിരാളികളും വിദ്വേഷ രീതിയിലും അല്ലാതെയും വിളിക്കപ്പെടുന്ന ഒരു സഖ്യം വരുന്നു. മറുഭാഗത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ മറ്റൊരു സഖ്യം വരുന്നു. ചൈന എല്ലാ കാലത്തും ശക്തമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? ട്രംപിനെ ഭയന്ന് നമ്മളിപ്പോൾ റഷ്യയുമായി നേരത്തെ ഈ തീരുവ ചുങ്കത്തിൻ്റെ കാലത്തുണ്ടാക്കിയ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്ന ഘട്ടത്തിലാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ തന്നെ പിന്നോട്ട് പോയി. ഇറാനുമായുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പുന്ന വിദ്വേഷ പ്രചരണം ശക്തിപ്പെടുന്നു. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫലമോ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് അകലുകയാണ്. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ശ്രമങ്ങൾ സൗദി അറേബ്യ ഇന്ത്യയോടൊപ്പം നിൽക്കുകയും അതിൻ്റെ തുടർച്ചയായി UAE അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളുമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ഇന്ത്യ പാകിസ്ഥാനുമായി ഉണ്ടായിരുന്ന ഒരു കാലത്തെ സംഘർഷ സമയങ്ങളിലെല്ലാം അവർ സൗദി അറേബ്യ പാകിസ്ഥാന് എതിരായ നിലപാടെടുത്തുകൊണ്ടിരുന്നത് നമുക്ക് ചരിത്രത്തിലുണ്ട്. എന്നാൽ ഇന്ന് കഴിഞ്ഞ 10ലധികം വർഷത്തെ വിദേശ നയത്തിൻ്റെ ഫലമായി ഇപ്പോൾ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവ ചേർന്ന് ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളായി ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന റഷ്യയുടെ അവസ്ഥയോ? ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് ഇന്ത്യ പെട്രോളിയം ഇറക്കുമതി കുറച്ചതോടെ റഷ്യ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വീണ്ടും അകന്നു പോവുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മാലദ്വീപ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് മുതലായ സഖ്യത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളാണ് ഇതെല്ലാം. പാകിസ്ഥാൻ ഒരിക്കലും നമ്മുടെ സുഹൃത്താവാൻ ഇടയില്ലാത്ത രാഷ്ട്രമാണ്. കൂടാതെ ഇപ്പോൾ തുർക്കിയോടും സൗദി അറേബ്യയോടും അടുത്തു പെരുമാറുന്നു. ഫലത്തിൽ ലോകഗുരു എന്ന് മോദിസ്റ്റുകൾ വീമ്പടിക്കുമ്പോഴും നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളുമായി ഒരു സൗഹൃദവുമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വിദേശകാര്യ നയത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഭാഗം കൂടിയാണ് ഇത്. രാഹുൽ ഗാന്ധി തന്നെ പാർലമെൻറ്റിൽ നിന്ന് വെല്ലുവിളി ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം, ഈ സർക്കാരിൻ്റെ നയതന്ത്രങ്ങൾ കൊണ്ട് ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് വന്നു എന്ന കാര്യം. ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെ 3 രാഷ്ട്രങ്ങളും ചേർന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിദേശ നയത്തിന് എന്ത് സംഭവിച്ചു? 4ാമത്തെ സാമ്പത്തിക ശക്തി, സൈനിക ശക്തി എന്നൊക്കെ സർക്കാർ പ്രചരണം നടത്തുമ്പോഴും തൊട്ടടുത്ത് കിടക്കുന്ന രാഷ്ട്രങ്ങൾ പോലും ഇന്ത്യയെ ഒരടുത്ത സുഹൃത്തായി കാണുന്നില്ല എന്ന വലിയ പരാജയം. അതിന് പ്രധാന കാരണം ഇപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ എല്ലാ ശ്രദ്ധയും ഒരു വ്യക്തിയെ ലോകഗുരുവായി അവതരിപ്പിക്കുന്ന പരിപാടിയിലാണ്. അമേരിക്കയിൽ ട്രംപ് എങ്ങനെയാണോ അമേരിക്കയുടെ ശക്തി ഉപയോഗിച്ച് തൻ്റെ വ്യക്തിപരമായ ഇമേജ് വളർത്താൻ ശ്രമിക്കുന്ന രീതി, അതേപോലെ ഇവിടെ അഡാപ്റ്റ് ചെയ്ത് നടപ്പാക്കുകയാണ്. നമ്മുടെ ഈ സാഹചര്യം ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഈ 3 ഇസ്ലാമിക് നാറ്റോ എന്ന പേരിലുള്ള ഈ 3 സഖ്യത്തിൻ്റെ പ്രധാന അടിത്തറ ഈ 3 രാജ്യങ്ങളുടെ 3 മേഖലകളിലെ ശക്തിയാണ്. സൗദിക്ക് പണമുണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവശക്തിയുണ്ട്, തുർക്കിയുടെ സൈനിക ശേഷിയുണ്ട്. ഇത് 3ഉം ഒരുമിച്ചാൽ 3 പേർക്കും
പരസ്പരം ഗുണമുണ്ടാവും. എന്നാൽ അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ തന്ത്രങ്ങളെയും നയതന്ത്രത്തെയും സമ്മർദ്ദത്തിലാക്കാനും ഈ സഖ്യം ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. സെപ്റ്റംബർ 2025 പാകിസ്ഥാനും സൗദി അറേബ്യയുമാണ് ആദ്യം ഒരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടത്. അതിൽ പരസ്പര പ്രതിരോധത്തിൻ്റെ കാര്യമുണ്ട്. ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മറ്റൊന്നിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കാം. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പോലെ നാറ്റോയിലെ ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മറ്റൊന്നിന് നേരെയുള്ള കണക്കാക്കുന്ന വിശദാംശം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആ സഖ്യത്തെ നിലനിർത്തുന്നത് അതാണ്. ഇത് നമ്മുടെ നാട്ടിൽ അമേരിക്ക തന്നെ മറ്റൊരു നാറ്റോ രാജ്യമായ ഡെൻമാർക്കിനെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്ന ഈ സാഹചര്യത്തിൽ ആ സഖ്യത്തിൻ്റെ ഭാവി എന്നത് ചർച്ച നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഇന്ത്യയുടെ ഈ വിദേശ നയം എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്കകൾ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇസ്ലാമിക് നാറ്റോ എന്ന് മാധ്യമങ്ങളും വിശകലന വിദഗ്ധരും പേരിട്ട് വിളിക്കുന്ന ഈ സംഘം ഭാവിയിൽ ഏത് മട്ടിലാണ് മുന്നോട്ട് പോവുക, കൃത്യമായി പ്ലാനിങ് അടിസ്ഥാനമാക്കി മുന്നോട്ട് പോയാൽ ഏത് മട്ടിലാണ് എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പൂർണ്ണ സൈനിക സഖ്യമായി മാറി എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്താറായിട്ടില്ല. പക്ഷേ സംയുക്ത ആസൂത്രണം, ആയുധ നിർമ്മാണം, പരിശീലനം, പരസ്പര ഭീഷണി എന്നിവയുടെ ദിശയിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ്റെ ആണവ കുടക്കീഴിൽ സുരക്ഷ ലഭിക്കുമെന്ന ചർച്ചകളും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. ഇതൊരു ഭീഷണിയായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് ഒറ്റയ്ക്ക് കഴിയും. നമ്മുടെ ശക്തി അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനപ്പുറത്ത് നമുക്ക് ആ ശക്തി എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് മറ്റ് വിഭവങ്ങൾ ഉപയോഗിക്കാനും വ്യാവസായിക വാണിജ്യ കൊടുക്കൽ വാങ്ങലുകൾ നടപ്പാക്കാനും ഒക്കെ സാധ്യതകൾ നിലവിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും അമേരിക്കയെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതിയോ? സഖ്യങ്ങളിൽ ചേഞ്ച് വേണ്ടേ? ഏത് മട്ടിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ 3 രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് സഹകരണം നടത്തുന്നത്? ഈ സഖ്യം എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത്? ഈ ഇസ്ലാമിക് നാറ്റോ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാര്യം മേഖലയിൽ അസ്ഥിരതയും അമേരിക്കൻ ഇറാൻ പിരിമുറുക്കവും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളും അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകളിലെ സംശയവും ഒക്കെയാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ സ്വന്തമായി സമാന്തര സുരക്ഷാ വ്യവസ്ഥ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം ഇതാണ്. തുർക്കി തന്നെ പാൻ ഇസ്ലാമിക് സുരക്ഷാ പ്ലെയറായി സ്ഥാപിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാന് തന്ത്രപരമായ ആഴവും ധനസഹായവും വേണം. സൗദി അറേബ്യ ഇറാനെയും ഇസ്രായേലിനെയും നേരിടാൻ കരുത്ത് ആഗ്രഹിക്കുന്നു. സ്വന്തമായി ആണവ ബോംബ് ഉണ്ടാക്കാതെ തന്നെ കരുത്ത് നേടാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ ഇറാൻ ഈ സഖ്യത്തിലില്ല. ഇറാൻ വരാൻ സാധ്യതയുമില്ല. ഇവരുടെ കേന്ദ്രം മധ്യപൂർവേഷ്യയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ അതിൻ്റെ സാന്നിധ്യം ഇന്ത്യയുടെ ദീർഘകാല തന്ത്രങ്ങളെ സങ്കീർണമാക്കും. ഇപ്പോൾ ഫോക്കസ് മിഡിൽ ഈസ്റ്റിലാണ് എങ്കിലും പാകിസ്ഥാൻ്റെ സൈനിക ഏറ്റുമുട്ടൽ ഒരു രാജ്യവുമായി മാത്രമാണ്. അത് ഇന്ത്യ മാത്രമാണ്. ഇന്ത്യക്ക് അതിനോട് പിടിച്ചു നിൽക്കാനും അതിനപ്പുറത്ത് മേധാവിത്വം പ്രകടിപ്പിക്കാനുമുള്ള പവറുമുണ്ട്. ഇന്ത്യയോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പാകിസ്ഥാന് സൗദി അറേബ്യയിൽ നിന്ന് പണവും തുർക്കിയിൽ നിന്ന് സൈനിക സാമഗ്രികളും ഒക്കെ ലഭിക്കുന്ന സാഹചര്യം അത്തരത്തിലുള്ള ഒരു സഖ്യത്തിൽ നിന്നുണ്ടാകും. ഇത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. നമ്മളെ ഈ വിഷയം സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. അടുത്തത് നയതന്ത്രപരവും ഭൗമരാഷ്ട്രീയവുമായ വെല്ലുവിളികളാണ്. ഭൂരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വെല്ലുവിളി. തുർക്കി, പാകിസ്ഥാൻ, സൗദി ഒറ്റ ബ്ലോക്കാകുന്നത് കാശ്മീർ, മുസ്ലിം രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും. കാരണം തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നിലവിൽ സജീവമാണ്. എങ്കിലും ഇന്ത്യക്ക് സൗദി അറേബ്യയോടും UAEയോടും ഊർജ്ജ നിക്ഷേപവും പ്രവാസി ഇന്ത്യക്കാരുടെ പ്രാധാന്യവും ഒക്കെ കണക്കിലെടുത്ത് ശക്തമായ ബന്ധമാണ് നിലവിലുള്ളത്. സൗദിയുമായുള്ള ബന്ധത്തിൽ ചില അകൽച്ചകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പാരമ്പര്യമായി തന്നെ അവരോട് വല്ലാത്ത അടുപ്പമുണ്ട്. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിരോധ വ്യവസായവും ആയുധ വിതരണവുമാണ് മറ്റൊന്ന്. തുർക്കിയുടെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന് വലിയ തോതിൽ ലഭിക്കും. LOCയിലും അറബിക്കടലിലും പാകിസ്ഥാൻ്റെ നിരീക്ഷണവും മറ്റ് ശാക്തിക ചേരിയിലെ നിലപാടും വർദ്ധിക്കും. അവരുടെ സ്വാധീനവും വർദ്ധിക്കും. സംയുക്ത ഗവേഷണവും വികസനവും ഉൽപ്പാദനവും പാകിസ്ഥാന് പുതിയ നാവിക വ്യോമ സംവിധാനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഇന്ത്യക്ക് മുൻകൂത്തൂക്കം നിലനിർത്താൻ വേഗത്തിൽ ആധുനികവൽക്കരണം നടത്തേണ്ടി വരും. ദിവസം തോറും ഇന്ത്യക്ക് വെല്ലുവിളി വർദ്ധിക്കും. ഈ സഖ്യത്തിൻ്റെ ഭാഗം ആകുന്നതോടെ പാകിസ്ഥാൻ്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യക്ക് ഇത് ഒരിക്കലും നല്ല വാർത്തയല്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനിടെ റഷ്യ, ചൈന, ഇന്ത്യ സൗഹൃദങ്ങളുടെ സാധ്യതകൾ ഇടക്കാലത്ത് രൂപപ്പെട്ടതാണ്. ചൈന, റഷ്യ നേതൃത്വങ്ങളുമായി അന്ന് നടന്ന ചർച്ചകളുടെ കൂടി അനന്തരഫലമായിട്ടാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിലും
ട്രംപിൻ്റെ മുന്നിലും നമുക്ക് തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞത്. പാരമ്പര്യമായി നമ്മൾ പിന്തുടർന്ന വിദേശ നയം കഴിഞ്ഞ ഒരു ദശകത്തിലായി വഴിമാറിപ്പോയതും അമേരിക്കയെ ആശ്രയിച്ചുള്ള മുന്നോട്ടുപോക്കുണ്ടാക്കിയ ദുരന്തവുമാണ് അന്ന് നമ്മൾ കണ്ടത്. അതിന് ആ ഒരു സഖ്യത്തിലേക്ക് പോയതും ശുഭകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും കണ്ടതാണ്. ഇറാനുമായുള്ള നല്ല ബന്ധവും നമ്മൾ എക്കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏതൊരു ശക്തിയോടും കിടപിടിക്കാനുള്ള കരുത്താണ് ഒരു സൗഹൃദ രാഷ്ട്ര സഖ്യം രൂപപ്പെടുമ്പോൾ മികവുള്ള വക്താക്കൾ രൂപപ്പെടുത്തേണ്ടത്. എന്നാൽ നമ്മൾ മൈ ഫ്രണ്ടിൻ്റെ വലയത്തിൽ തന്നെ വീണ്ടും വീണ്ടും തിരിച്ചെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കയുടെ ആജ്ഞകൾ, അമേരിക്കയുടെ താല്പര്യങ്ങൾ, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ, ഭീഷണികൾ എല്ലാം അങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളടക്കം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇറാനുമായുള്ള ചാബഹാർ തുറമുഖ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആരംഭിച്ചിരിക്കുന്നു അത്രേ. അതിന് അമേരിക്കയോട് അനുവാദം ചോദിക്കുന്നു. ചൈനയോട് ഇതുവരെ അമേരിക്ക ഒരു നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന്. എന്നാൽ ഇന്ത്യയോടോ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇന്ത്യ തങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ സ്വയം അകറ്റുകയാണ്. അമേരിക്ക ഇന്ത്യയോട് ആജ്ഞാപിക്കുകയാണ്. മേഖലയിൽ റഷ്യയും ചൈനയും പിടിമുറുക്കുമ്പോഴും നമ്മളൊരു ഉറച്ച സഖ്യമോ സൗഹൃദമോ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണോ? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംഘപരിവാരങ്ങളും ഗോദി മീഡിയയും ലോകഗുരുവിൻ്റെ വാഴ്ത്തുപാട്ടുകളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. നന്ദി, നമസ്കാരം.